നമോ ഭഗവതേ വാസുദേവായ. ഓം. ശ്രീമദ് ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം 6-ാം അധ്യായം. അതിൽ 6-ാമത്തെ ശ്ലോകം തൊട്ടിപ്പോൾ പറയണു. 3-ാമത്തെ ഭാഗമായിട്ട് 1-6-6 ഭാഗം 3. ഓം. ഏകാത്മജാ മേ ജനനീ യോഷിന്മൂഢാ ച കിങ്കരീ മയ്യാത്മജേനന്യഗതൗ ചക്രേ സ്നേഹാനുബന്ധനം. കിങ്കരി എന്തും ചെയ്യുക എന്നതാണ്. ഇന്നത് എന്നില്ല. അപ്പോൾ ഒരു ദാസ്യഭാവമാണ് വരിക. അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ അങ്ങനെ കൊടുത്താണ്, ദാസ്യഭാവം. കിങ്കരിയാണ്, പറഞ്ഞത് ചെയ്യുക, അതിൽ ചോദ്യം ഉത്തരമൊന്നും പറ്റില്ല. അങ്ങനെ ചെയ്യുന്ന മൂഢ. അവിടെ മൂഢ എന്നുള്ളത് ഒരു നെഗറ്റീവ് മീനിങ് അല്ല, മറിച്ച് മൗഢ്യം, തമോ ഗുണം, അത് ഈ ജന്മത്തിലൊരു യോഗമാണ്. നാരദൻ്റെ അമ്മയെക്കുറിച്ചാണ് പറയണത്. അപ്പോൾ തമോ ഗുണം ആണ്, അതായത് ആലസ്യം, മടി, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ അമ്മയ്ക്ക് പറ്റില്ല. കാരണം കിങ്കരിയാണ്, ദാസ്യഭാവമാണ്, ചെയ്തേ പറ്റൂ. അപ്പോൾ എങ്ങനെയാണ് അത് യോജിക്കുക? അപ്പോൾ തമോ ഗുണത്തിൻ്റെ മറ്റൊരു ഭാവമാണ് ഈ മൂഢ എന്നിവിടെ ഉപയോഗിച്ചത്. പ്രവർത്തനങ്ങൾ ചെയ്തേ പറ്റൂ, കഠിനമായിട്ട്. അപ്പോൾ രജോ ഗുണമാണ്, എന്നാൽ അത് തനിക്ക് വേണ്ടിയിട്ടല്ല, ദാസ്യഭാവമാണ്. അപ്പം എല്ലാ മൂഢഭാവങ്ങളും, എല്ലാ തമോ ഗുണങ്ങളും ഒരുപോലെയല്ല. തമോ ഗുണത്തിൽ തന്നെ ഈ നാം ചെയ്യുന്ന പ്രവൃത്തികൾ നിർബന്ധിതമായിട്ടാണ് എങ്കിലും നാം അറിയാതെ കണ്ട് അതിലൊരു സാത്വികം കടന്നുകൂടും. മരങ്ങൾ ചെയ്യുന്നത് പോലെ, പ്രാണിവർഗങ്ങൾ ചെയ്യുന്നത് പോലെ. പ്രാണിവർഗങ്ങൾ പലതും ഈ അസത്തിനെ മുഴുവൻ ശുദ്ധമാക്കി തീർക്കുന്നുണ്ട്. തെങ്ങിൻ്റെ ചുവട്ടിൽ ഈ ചപ്പുചവറുകളൊക്കെ കൂട്ടിയിട്ട് അത് ചീഞ്ഞളിഞ്ഞ് അത് ആ പ്രാണിവർഗങ്ങൾ ശുദ്ധമായിട്ട് ഈ തെങ്ങിലേക്ക് കൊടുക്കപ്പെടുന്നു. തെങ്ങ് അത് സ്വീകരിക്കുന്നു. നല്ല ശുദ്ധമായിട്ടുള്ള ഇളനീര് അത് നമുക്ക് ഭഗവാന് കൊടുക്കാൻ സാധിക്കുന്നു. അത് പ്രസാദമായിട്ട് നമുക്കും സ്വീകരിക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഈ അസത്ത് ആയിട്ടുള്ള ഈ പ്രാണിവർഗങ്ങൾ ചെയ്യുന്നത് സാത്വികമായിട്ടുള്ള ഭാവം. അവിടെ തമോ ഗുണമാണ് പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ പരിണത ഫലം അത് സാത്വികമാണ്. എന്ന കൂട്ടത്തിൽ ഈ നാരദൻ്റെ അമ്മയും ഇവിടെ മൂഢ എന്ന് പറയണമെങ്കിലും അത് തമോ ഗുണമായിട്ട് കണക്കാക്കരുത്. ഇപ്പോൾ നിൽക്കുന്നത് ആ ഭാവത്തിലാണ്. യോഷിത് അടുത്തതാണ്, സ്ത്രീഭാവം, സ്ത്രീ ആയിട്ടാണ് നിൽക്കണം. ഏകാത്മജ, ആത്മജയായിട്ട് ഒരാളേ ഉള്ളൂ, ആകെ ഒരേ ഒരു പുത്രനേ ഉള്ളൂ, നാരദൻ മാത്രം. അപ്പോൾ ആശ്രയിക്കാനും ഈ ഒരേ ഒരു ഉണ്ണിയേ ഉള്ളൂ എന്ന അവസ്ഥ വന്നു. കാരണം ഈ സ്വാമിയെ ആശ്രയിക്കാൻ പറ്റില്ല, അത് നിർബന്ധമായിട്ട് ചെയ്തോളാം, അത്രയേ ഉള്ളൂ. മേ ജനനി, നാരദൻ പറയാണ്, അന്ന് എൻ്റെ അമ്മ സ്ത്രീയായിരുന്നു, ഇങ്ങനെ ഒരു മൗഢ്യഭാവത്തിലാണ് ഉള്ളത്, കിങ്കരിയാണ്, ദാസിയാണ്. മേ ജനനി, എൻ്റെ അമ്മ, ആത്മജേ പുത്രനായിട്ടുള്ള എനിക്കും, അതേപോലെ അനന്യഗതവും വേറെ ഗതിയില്ല. ഞാനല്ലാതെ കണ്ട അമ്മയ്ക്ക് വേറെ ഒന്നും ചിന്തിക്കാനുമില്ല, എനിക്ക് വേണ്ടി അല്ലാണ്ട് അമ്മയ്ക്ക് ഒരു പ്രവർത്തനം ചെയ്യാനുമില്ല. ചെയ്യുന്ന പ്രവർത്തനം മുഴുവൻ ആ സ്വാമിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ അതിൻ്റെ ഫലം കിട്ടേണ്ടത് തൻ്റെ മകനായിട്ടുള്ള ഈ നാരദനാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് പ്രവർത്തനം ചെയ്യണത്. അവിടെ പ്രവൃത്തി ചെയ്യുന്നത് ദാസ്യമാണെങ്കിലും അടുത്ത ഫലം കിട്ടുന്നത് ഈ ഉണ്ണിക്ക് നേരെയാവട്ടെ എന്നാണ്. അത് പോസിറ്റീവാ, അത് സാത്വിക. അപ്പോൾ അനന്യഗതവും വേറെ ഗതിയില്ലാത്തതായിട്ടുള്ള ആ അമ്മയുടെ അവസ്ഥയിൽ മയി എന്നിൽ സ്നേഹാനുബന്ധനം, സ്നേഹമാകുന്ന പാശത്തെ ചക്രേ ചെയ്തു എന്നാണ്, കെട്ടിയിട്ടു. അമ്മയ്ക്ക് ഞാനല്ലാതെ കണ്ട ആശ്രയമില്ലാത്തത് കൊണ്ട് അമ്മ ഇപ്പോൾ എന്നെ സഹായിക്കാനാണ് ഇത് ചെയ്യുന്നത് എന്നുകൊണ്ട് അമ്മ എന്നെ അല്ല ആശ്രയിക്കണത്, ഞാൻ അമ്മയാണ് ആശ്രയിക്കണത്. പക്ഷേ എങ്കിലും അമ്മ ഭാവി കണ്ടുകൊണ്ട് എനിക്ക് മകനിലൂടെ വേണമല്ലോ എന്ന് കണക്കാക്കിക്കൊണ്ട് അത് ചെയ്യണത് സ്നേഹപാശമാണ്. അവിടെ ദാസ്യം വളരെ വിധി കൊണ്ട് കിട്ടിയതാണ്. അപ്പോൾ ആ വിധി മറികടക്കാൻ ഈ മകനിലൂടെ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അത്രയും കാലം ചെയ്യുന്നത് മുഴുവൻ ദാസ്യപ്രവൃത്തിയാണ്, അതുകൊണ്ട് കാര്യമില്ല. അത് സ്ത്രീയാണ്, അവിടെ ഈ ഏറ്റവും താഴെ എന്നുള്ളൊരു ഭാവമുണ്ട്. സ്വന്തമായിട്ടൊന്നും വിവേചനം ചെയ്യാൻ പറ്റില്ല. എന്താ പറഞ്ഞു വെച്ചാൽ അത് ചെയ്യാൻ അത്രേ പറ്റുള്ളൂ. ഒറ്റയ്ക്കാണ്, ഒരേ മകനേ ഉള്ളൂ, ആ ഭർത്താവും കൂടിയില്ല. ആ മകന് വേണ്ടിയിട്ടാണ് താൻ ജീവിക്കുന്നത് തന്നെ. ആ മകന് നേരെയാവട്ടെ
അപ്പോൾ അവിടെ ഉണ്ണാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ വിഷയം ഇല്ല. പക്ഷെ അത് പോരല്ലോ, വിദ്യാഭ്യാസം തൊട്ട് പലതും വേണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് സംഭരിക്കുന്നു. ആ സംഭരിക്കുന്നത് മുഴുവൻ ഈ ആശ്രയം എന്നുള്ള ഭാവത്തിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അവിടെ ഒരു തമോ ഗുണം വന്നു. ഈശ്വരനാണ് സ്വതവേ നമ്മളെ എപ്പോഴും രക്ഷിക്കുക. ആശ്രയിക്കേണ്ടത് ഈശ്വരനെയാണ്. ഇവിടെ മകനെ ഈശ്വരഭാവത്തിൽ കാണുന്നു. അപ്പം അതൊരു വേറെ ഒന്നും ആശ്രയിക്കാനില്ല ആ പാവത്തിന്. അപ്പം അതും കൂടി നാരദൻ അവിടെ സമർത്ഥിച്ചു. അപ്പം നമ്മൾ സാധാരണഗതിയിൽ എങ്ങനെയാണ്, വായ കയറിയാൽ ഏറെ കിട്ടും. ഞാൻ നോക്കേണ്ടത് എന്നെ മാത്രമാണ്, എൻ്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് മറ്റുള്ളവരെയും ഇതേപോലെ എൻ്റെ ഭാവത്തിലൂടെ മറ്റുള്ളവരെ കാണുമ്പോൾ അവരെയും സഹായിക്കാൻ അത്രേ പാടൂ. എനിക്ക് എന്നെ മാത്രമേ ഉദ്ധരിക്കാൻ പറ്റുള്ളൂ, അതിന് കഷ്ടിയാണ്. അപ്പോൾ ഞാൻ ബാക്കിയുള്ളവരെ എങ്ങനെയാണ് ചെയ്യുക? നമ്മൾ ഏത് ഭാവത്തിലിരുന്നോട്ടെ, രാജാവായിക്കോട്ടെ, മഹാബ്രാഹ്മണനായിക്കോട്ടെ, ശൂദ്രനായിക്കോട്ടെ, ഏറ്റവും താഴെ ചണ്ടാളനായിക്കോട്ടെ, എന്നാലും ശരി, നമ്മൾ ചെയ്യുന്നത് മുഴുവൻ ഈ ഉത്തമമായിട്ടുള്ള ഭാവി, ലോകഹിതത്തിന് വേണ്ടിയിട്ട്, അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്, അതിൻ്റെ സാത്വികതയ്ക്ക് വേണ്ടിയിട്ട് ആണെങ്കിൽ ഈ തമോ ഗുണവും സാത്വികമാണ്. അതിൻ്റെ പരിണതഫലം ശുദ്ധ സാത്വികമാണ്. അപ്പോൾ ഇവിടെ നാരദൻ അമ്മയെക്കുറിച്ച് പറയുകയാണ്, ഏകാത്മജ, ഒരേ ഒരു മകൻ മാത്രമേ അമ്മയ്ക്കുള്ളൂ. മേ ജനനി, എൻ്റെ അമ്മയ്ക്ക്. യോഷിത്, സ്ത്രീഭാവത്തിലാണ്. യോഷിത് എന്ന സ്ത്രീയാണ്, സ്ത്രീഭാവത്തിലാണ്. മൂഢ, ജ്ഞാനമില്ല, അറിവില്ല, അതുകൊണ്ടും മൂഢയാണ്. സ്വാതന്ത്ര്യമില്ല, അതുകൊണ്ടും മൂഢയാണ്. അപ്പോൾ സ്വാതന്ത്ര്യമില്ല, സുഖമില്ല, സ്ത്രീ ആയിട്ടിരിക്കുന്നു. മാത്രമല്ല കിങ്കരിയാണ്, ദാസ്യഭാവമാണ്, ഒരു നിവൃത്തിയില്ല. മയി, എന്നിൽ, ആത്മജേ, ഞാനാകുന്ന പുത്രനാകുന്ന എന്നിൽ, അനന്യഗതവും, വേറൊന്നും ആശ്രയിക്കാനില്ലാത്തത് കൊണ്ട് എന്നെ മാത്രം ഇനി ഭാവിയിൽ ആശ്രയിക്കേണ്ടി വരും എന്ന് കണക്കാക്കിക്കൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് മാത്രം, ഞാനാകുന്ന ഈ ചെറിയ ഉണ്ണി, ആ മകന് വേണ്ടിയിട്ട് മാത്രം ചക്രേ എല്ലാം ചെയ്തു വെച്ചാലോ, പ്രവൃത്തി ചെയ്തു എന്നല്ല, ചെയ്തത് കിട്ടുന്ന പ്രതിഫലം ഇതിനു വേണ്ടിയിട്ട് സമർപ്പിച്ചു. കാശ് സമർപ്പിച്ചു എന്നല്ല, എല്ലാ പ്രവൃത്തിക്കും കർമ്മത്തിനൊരു ഫലമുണ്ട്. ആ ഫലത്തെ ഈ ഉണ്ണിക്ക് നേരാവാൻ വേണ്ടിയിട്ട് ആണ് അമ്മ ഈ ദാസ്യപ്രവൃത്തി ഒക്കെ ചെയ്തത്. വിചാരം മുഴുവൻ അതിനു വേണ്ടിയിട്ടാണ്. എന്താ കാരണം? സ്നേഹ അനുബന്ധനം. ഈ സ്നേഹപാശം കൊണ്ടാണ് കെട്ടിയിട്ടിറക്കണം. അമ്മയും ഞാനും മാത്രമേ അമ്മയുടെ ലോകത്തിലുള്ളൂ, ബാക്കിയുള്ളതൊക്കെ യാന്ത്രികമാണ്. അപ്പം അങ്ങനെയുള്ള അമ്മയാണ് എനിക്കുള്ളത്. ഈ നാരദൻ വ്യാസനോട് പറയാം, ഏകാത്മജാമേ ജനനി യോഷിന്മൂഢാ ച കിങ്കരി മയി ആത്മജേനന്യഗതൗ ചക്രേ സ്നേഹാനുബന്ധനം സാ സ്വതന്ത്ര ന കൽപ്പാസീദ്യോഗക്ഷേമം മമേച്ഛതി ഈശസ്യ ഹി വശേ ലോകോ യോഷാദാരുമയീ യഥാ. മമ, എൻ്റെ ഈ യോഗക്ഷേമം ഇച്ഛതി. യോഗവും ക്ഷേമവും, യോഗം എന്നുള്ളത് യോജിപ്പിക്കൽ. നമുക്ക് എന്താണോ ആഗ്രഹം അത് കിട്ടുക, അത് യോഗമാണ്. എന്താ നമ്മൾ ആഗ്രഹിക്കേണ്ടത്? ഭഗവാങ്കൽ ചേരുക എന്നതാണ്. ഭഗവാങ്കൽ ചേരുക എന്ന യോഗത്തെ, യോജിപ്പിക്കലിനെ നമ്മൾ കിട്ടാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം, കർമ്മയോഗമായിട്ട്. ഇന്നത്തെ സുഭാഷിതത്തിൽ ഞാനതാണ് പറഞ്ഞത്. അത് ഈ സന്ദർഭമാണ്. അങ്ങനെ സദാസമയത്തും പ്രവർത്തനം ചെയ്യുന്നത് മുഴുവൻ ഈ ഭഗവാങ്കൽ യോജിപ്പിക്കുക, അതിനുള്ള ലക്ഷ്യമാക്കുക. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നിലനിർത്തുക എന്നത് ക്ഷേമം. യോജിപ്പിക്കലും നിലനിർത്തലും ആണ് യോഗക്ഷേമം. നമ്മൾ ഭാഗവതത്തെ കിട്ടാൻ വേണ്ടിയിട്ട് പലതും ചെയ്യും. കിട്ടിക്കഴിഞ്ഞാൽ ഭാഗവതത്തിനെ വിടും. ഭാഗവതം കിട്ടാൻ വേണ്ടിയിട്ട് കഠിനമായിട്ടുള്ള പരിശ്രമം നടത്തും. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ ഭാഗവതത്തിലൂടെയല്ല വിറ്റ് കാശാക്കാനാണ് ചെയ്യുക. അപ്പോൾ ഭാഗവതത്തിലല്ല, ലക്ഷ്യം കാശിനാ. ഭാഗവതം കിട്ടാൻ വേണ്ടിയിട്ട് പഠിക്കുക തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. എല്ലാ സപ്താഹങ്ങൾക്കും പോവും, സത്രങ്ങൾക്കും പോവും, പ്രഭാഷണങ്ങളും കേൾക്കും, ഗുരുക്കന്മാർക്ക് പലതും കൊടുക്കും, അവരിൽ നിന്നൊക്കെ മേടിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഭാഗവതം
വിറ്റ് കാശാക്കും. എന്താണ്? ആചാര്യസ്ഥാനത്ത് ഇരുന്നിട്ട് ദക്ഷിണ വാങ്ങാൻ. രണ്ടും ഭാഗവതല്ല, ഒന്നേ ഭാഗവതമുള്ളൂ. ആദ്യത്തെ ഭാഗവതാണ്, രണ്ടാമത്തെ ഭാഗവതമല്ല. അതായത് ഭാഗവതം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ടിൽ ദ എൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. ആചാര്യസ്ഥാനത്തിരിക്കുമ്പോഴും ഈ ആചാര്യൻ ഭാഗവതത്തെ കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. എങ്ങനെയാ ഭാഗവതത്തെ കിട്ടുക? എത്രത്തോളം ഈ ഭാഗവത അറിവുകൾ നമുക്ക് കിട്ടുന്നുവോ അത്രത്തോളം നാം ചെറുതായി 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 വരും. നാം എത്രത്തോളം വലുതാവുന്നുവോ അത്രത്തോളം നാം ചെറുതാവും. ഈ ചെറുതാവുന്നില്ല എങ്കിൽ അയാൾ ഭാഗവതനല്ല. വിദ്യാവിനയസമ്പന്ന, സ്നേഹവിനയ ശുശ്രൂഷ സമർപ്പണ ഭാവമാണ് ഭക്തി. ആചാര്യൻ മുകളിൽ നിൽക്കുമ്പോൾ ഈ ഭക്തിഭാവം നഷ്ടപ്പെടും. ഭക്തിഭാവം നഷ്ടപ്പെട്ടാലോ ആചാര്യനല്ലാണ്ടാവും. ഈ അമ്മ, നാരദൻ്റെ അമ്മ, ഈ ഭക്തിഭാവത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ യോഗം കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഭാഗവതന്മാരാവുമ്പോൾ യോഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഭഗവാനുമായിട്ടുള്ള യോജിപ്പിക്കലിന് വേണ്ടിയിട്ടാണ്, ഭാഗവതവുമായിട്ട് യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതിൻ്റെ അടുത്ത ലക്ഷ്യം ആചാര്യനാവുക എന്നുള്ളതാണ്. ആചാര്യനായ എന്താ അർത്ഥം? മെച്ചം, പൈസ കിട്ടി. അവിടെയാണ് യശസ് കിട്ടും, പൈസ കിട്ടും, മറ്റു പലതും പലതും കിട്ടും. അതാണ് ലക്ഷ്യമാക്കിയതെങ്കിൽ ആ ആചാര്യൻ പിന്നെ ആചാര്യനല്ല. ഭാഗവതനാവണമെങ്കിൽ എപ്പോഴും ഏറ്റവും ഉന്നതമായിട്ടുള്ള ഭാവത്തിലിരിക്കുന്ന ഭാഗവതൻ, ആചാര്യൻ, ഗുരു മറ്റ് ശിഷ്യന്മാരെക്കാൾ താഴെയാണ് എന്ന് എപ്പോഴാണോ ബോധം വരുന്നത് അപ്പോഴേ ആചാര്യനാവുള്ളൂ, ഗുരു ആവുള്ളൂ. പക്ഷെ ഇത് സാർവത്രികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആചാര്യന് വിലയില്ല, ആ ഗുരുവിന് മഹത്വമില്ല എന്ന് ബാക്കിയുള്ളവർ കണക്കാക്കും, ഭഗവാൻ കണക്കാക്കില്ല. ഭഗവാൻ കണക്കാക്കുന്നത് വിദ്യാവിനയ സമ്പന്ന, അത് സംശയമില്ല. അപ്പം ഇവിടെ എന്താ ഉദ്ദേശിച്ചത്? എന്താണ്? യോഗക്ഷേമം ഇച്ഛതി. നാരദൻ്റെ അമ്മ ഈ ഭഗവാനുമായിട്ട് യോജിപ്പിക്കണം. തന്നെയല്ല, എൻ്റെ മകനായിട്ടുള്ള ഈ ഉണ്ണിയെ ഉയർത്തണം. അത് മാക്സിമത്തിൽ ഉയർത്തണം തന്നെ. ബ്രാഹ്മണന്റെ ദാസിയാണ്. ബ്രാഹ്മണനാൽ നിയോഗിക്കപ്പെട്ട ഈ തൻ്റെ മകൻ ഉണ്ണി ശുശ്രൂഷ ചെയ്യുന്നത് സനകാദി മഹർഷിമാരെ പോലെയുള്ളവരെയാണ്. അതിലൊരു വലിയ ആനന്ദം കിട്ടി. അവർ പോയി കഴിഞ്ഞപ്പോൾ ഈ അമ്മയ്ക്ക് ഈ ഉണ്ണി മാത്രമേ ഉള്ളൂ. അപ്പം ഇനി ആ ഉണ്ണിക്ക് എന്താ വേണ്ടേ? ഇങ്ങനെ ചിന്തിക്കുന്ന യോഗക്ഷേമം ഇച്ഛതി, എൻ്റെ യോഗക്ഷേമത്തെ ഇച്ഛിക്കുന്നതായിട്ടുള്ള അമ്മ അസ്വതന്ത്രാസ, ഒരു സ്വാതന്ത്ര്യവുമില്ലാതെ ബ്രാഹ്മണന്റെ ദാസിയായിട്ട് നിൽക്കുക. കൽപ്പ ന ആസീത്, എന്താ ചെയ്യേണ്ടത് എന്ന് അറിയില്ലായിരുന്നു. എന്താ കൽപ്പന ചെയ്യേണ്ടത്? എന്താ കൽപ്പിക്കേണ്ടത്? സങ്കല്പം എന്താ ചെയ്യേണ്ടത്? ഈ ഉണ്ണിയെ നേരെയാക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ള വഴി എനിക്ക് അറിയില്ല. അതാണ് അമ്മയുടെ ഭാവം. അപ്പോൾ ആ അമ്മയ്ക്ക് ജ്ഞാനമില്ല, അതുകൊണ്ട് മൗഢ്യം. ഇനിയോ ലോക, ഈ ലോകം ദാരുമയി യോഷായഥ, മരം കൊണ്ടുള്ള സ്ത്രീരൂപം പോലെ. ഒരു പാവക്കൂത്തൊക്കെ നടത്തുമ്പോൾ അതിൽ സ്ത്രീവേഷം ആണ് ഈ പാവ എങ്കിൽ അതിന് ഒട്ടും സ്വാതന്ത്ര്യമില്ലാത്ത രീതിയിൽ ഈ പാവ കളിപ്പിക്കുന്നവർ കഥയിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും. സ്ത്രീരൂപമാണ്, മരപ്പാവയാണ്. പുരുഷനച്ചാൽ പിന്നെയും രാജാവെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കും. സ്ത്രീക്ക് അതുമില്ല. എന്നാൽ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതീന്നാ. അതാകെ പഴച്ചു. സ്ത്രീക്ക് മാത്രമേ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യമുള്ളൂ. അത് നമ്മൾ കാണിക്കുന്ന സ്വാതന്ത്ര്യമാണോ ചോദിച്ചാൽ അതും ശല്യ, എന്തെങ്കിലും അവിടെ. അപ്പം ഇവിടെ നാരദൻ പറയാണ്, എൻ്റെ അമ്മയ്ക്ക് സ്ത്രീഭാവമുണ്ട്, മൗഢ്യമുണ്ട്, ജ്ഞാനമില്ല, ദാസ്യമുണ്ട്, മരപ്പാവ കണക്കായിരുന്നു. അങ്ങനെയുള്ള ഈ അമ്മ ഈശസ്യ, ഈശന്റെ, ഭഗവാന്റെ വശേഹി, വശത്തിൽ തന്നെയാണ് ഉറപ്പായിട്ടും ഈ ലോകം. ഈശസ്യഹി വശേ ലോകം. അപ്പോൾ ഈ ലോകം ഈശ്വരന്റെ വശത്തിലാണ് ഉള്ളത്. ഈശ്വരനാണ്. അപ്പോൾ നിയന്ത്രിക്കുന്നത് ഈശ്വരനാണ്. ആ ധാരണ പാവം എൻ്റെ അമ്മയ്ക്ക് ജ്ഞാനം കിട്ടിയിട്ടില്ല, മൗഢ്യഭാവത്തിലാണ്.
ഇപ്പം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യണത്? ഈശ്വരനിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അതതിൻ്റെ ലക്ഷ്യമാണ്. പക്ഷേ ഈ കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. കർമ്മം ചെയ്താലേ ഫലം കിട്ടുള്ളൂ. ഫലം എന്തിനു വേണ്ടിയിട്ടാണ് അനുഭവിക്കുന്നത്? ദുഃഖമായാലും സുഖമായാലും പ്രാരബ്ധം തീർക്കാൻ വേണ്ടിയിട്ടാണ്. പുണ്യപാപങ്ങളെ സീറോ ആക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് നമുക്ക് നേരിട്ട് ചെയ്യാനുള്ള കഴിവ് കഷ്ടിയാവും. അപ്പോൾ ഒരു ഗുരുവിൻ്റെ സഹായം വേണം. ഇവിടെ അമ്മയ്ക്ക്, നാരദൻ്റെ അമ്മയ്ക്ക് ഗുരുവിനെ കിട്ടാനുള്ള അർഹതയില്ല. നാരദന് പക്ഷേ ഗുരുവിനെ കിട്ടി. അത് ഈ അമ്മയുടെ മനസ്സാ കാരണം. അമ്മയുടെ ശുദ്ധമായിട്ടുള്ള മനസ്സ് നമ്മുടെ ജീവിതത്തിൽ അനവധി ആൾക്കാർ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും. അറിവും പ്രത്യേകിച്ച് വിവേകാദികളോ യോഗ്യതകളോ ഒന്നും ഇല്ലാത്തതായിട്ടുള്ള അമ്മമാർ, നല്ല യോഗ്യതയുണ്ടായിട്ടും ജോലിക്ക് പോകാൻ പറ്റാതെ കണ്ടും തൻ്റെ അറിവിനെ വിനിയോഗിക്കാൻ പറ്റാതെ കണ്ടും ഭർത്താവിനാൽ കെട്ടപ്പെട്ടുകൊണ്ടുള്ള അവസ്ഥ. ഇപ്പം എൻ്റെ അമ്മയ്ക്കൊക്കെ അന്ന് ഹൈസ്കൂളിൽ പഠിപ്പിക്കാനുള്ള വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ വിട്ടില്ല. അന്ന് ഇവിടെ വന്നിട്ട് ചോദിച്ചു, സ്കൂളിലെ ഒരു ടീച്ചറായിട്ട് വേണം, ഹിന്ദി ടീച്ചറായിട്ട് വേണം എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ വിട്ടില്ല. കാരണം ഇവിടെ അഭിമാന പ്രശ്നം. അഭിമാനം മാത്രമല്ല കേട്ടോ, ഇവിടെ പണി കാണില്ല, അകത്തെ പണിയെടുക്കാൻ ആളില്ല. അപ്പോൾ അമ്മ അന്ന് പോയില്ല. അമ്മ അന്ന് പോയിരുന്നു വെച്ചാൽ ഒരു പക്ഷേ ഞങ്ങളുടെ ജീവിതം തന്നെ ഇങ്ങനെ ആകുമായിരുന്നില്ല, മറ്റൊരു തരത്തിലാകുമായിരുന്നു. അമ്മയുടെ വീട്ടുകാർക്ക് വളരെയധികം പാണ്ഡിത്യമുണ്ട്. ഇവിടെ ദാരിദ്ര്യം കാരണം കൊണ്ടും പഠിപ്പിക്കാൻ ആളില്ലാത്തതുകൊണ്ടും ആ തരത്തിലുള്ള വിദ്യാഭ്യാസം അത്ര ലഭിക്കുന്നുണ്ടായില്ല. സാഹചര്യങ്ങളൊക്കെ വിപരീതമായതുകൊണ്ട് കിട്ടിയില്ല. പക്ഷെ പാരമ്പര്യമായിട്ടുള്ള അർഹതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ അർഹത ഉണ്ടായത് കൊണ്ടാവാം ഒരു പക്ഷേ ഈ ദുഃഖത്തിൻ്റെ ഇടയ്ക്ക് ഭാഗവതം എനിക്ക് എടുക്കാൻ തോന്നിയത്. അത്രയേ ഉള്ളൂ. അപ്പോൾ അത് എല്ലാറ്റിനും കാരണം ആരാ? ഈശസ്യഹി വശേലോകം. ഈശ്വരനെ നിശ്ചയിക്കാൻ, ഞാനൊന്നല്ല. അത് ഈ നാരദനറിയാം, ഈ നാരദൻ്റെ അമ്മയ്ക്ക് അറിയാം. പക്ഷേ മറഞ്ഞിരിക്കുക. അറിയാൻ പറഞ്ഞിട്ട് കാര്യമില്ല, പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. എന്താ കാരണം? മായ കൊണ്ട് മറച്ചിരിക്കണം. എന്താണ് ലക്ഷ്യമാക്കിയത്? എന്താ അറിയാമെന്ന് പറഞ്ഞത്? അമ്മയ്ക്കറിയാം എൻ്റെ ഉണ്ണിയിലൂടെ വേണം, എൻ്റെ ഉണ്ണിക്ക് വേണം വിദ്യ നേടുവാൻ. ആ ഉണ്ണിയിലൂടെ വേണം എനിക്ക് നേരെയാകുവാൻ. എനിക്കിനി ഒന്നും കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിലും ഇങ്ങനെ എത്രയോ അമ്മമാർ എല്ലാ കഴിവുകൊണ്ടായിട്ടും വീട്ടിൽ അടയ്ക്കപ്പെട്ടവരുണ്ട്. കലികാലത്ത് ചിലർ പുറത്ത് പോവും, എല്ലാവർക്കും പറ്റില്ല. പ്രത്യേകിച്ച് പണ്ടത്തെ കാലത്ത് കുറച്ചധികം ഉണ്ടായിരുന്നു. അപ്പോൾ നാരദനും അമ്മയും ഇങ്ങനെയാണ് ജീവിച്ചത്. വ്യാസനോട് പറയാ, മുജ്ജന്മത്തെക്കുറിച്ച് പറയാണ്. ഈശ്വരൻ്റെ വശത്തിലാണ്, ഭഗവാനാലാണ് എല്ലാം നിയന്ത്രിക്കുന്നത് എന്ന ആ ഒരു അറിവ് പോലും എൻ്റെ അമ്മയ്ക്ക് കിട്ടിയായിരുന്നില്ല. എനിക്ക് ഈ സനകാദി മഹർഷിമാരെ വളരെയധികം തൃപ്തിയോട് കൂടിയിട്ട് സേവിക്കാൻ സാധിച്ചു. അവർ തന്ന എൻ്റെ ഈ വിദ്യയെ, ഇപ്പോഴുള്ള എൻ്റെ വിദ്യയെ. അപ്പോൾ എനിക്കെന്താ തന്നത്? ഭാഗവതം. നമ്മൾ പറഞ്ഞു അതിൻ്റെ ഒരു കണക്ക് 4 മാസമാണ്. അപ്പോൾ 5 ദിവസം കൊണ്ട് ഭാഗവതം സുഖമായിട്ട് വായിക്കാം. അപ്പോൾ അങ്ങനെ 6 സപ്താഹം, 6 സപ്താഹം അവിടെ നടന്നുണ്ടാവും ഒരു മാസത്തിൽ. അപ്പോൾ 6 4 24 സപ്താഹം നടന്നുണ്ടാവും. നമ്മൾ ഗസ് ചെയ്യാണ്, അതിൻ്റെ ഒരു ദിവസമൊന്നുമില്ല. അങ്ങനെ 24 തവണ ഭാഗവതം കേട്ടു എന്ന് വെച്ചാൽ ആ ഉണ്ണിക്ക്, ഇപ്പോൾ നമുക്കായാലും 24 തവണ ഇമ്പോസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ മനസ്സിലാവും. ഫുള്ളായോ ഫുള്ളായിക്കൊള്ളുന്നില്ല. അപ്പോൾ അന്ന് കിട്ടിയ ഭാഗവത തത്വം ഇന്നും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അതിനെ വീണ്ടും വീണ്ടും മനനം ചെയ്ത് 24 240 2400 2,40,000 2 കോടിയായി 24 കോടിയായി. അപ്പോൾ ഇന്ന് എനിക്ക് ഭാഗവതം ഭഗവാൻ ഉറച്ചു. അന്ന് കാരണമായതെന്താണ്? അമ്മയുടെ ഈ മനസ്സാണ്. എനിക്ക് നേരെയാവട്ടെ. അപ്പം ശുദ്ധമായിട്ടുള്ള മനസ്സ് ഉള്ള ഒരാൾക്ക് തന്നെയും തൻ്റെ കുടുംബത്തെയും ഉയർത്താൻ സാധിക്കും. അതിൽ ഈ സ്വാർത്ഥബോധമോ അല്ലെങ്കിൽ അത് നേടണമെന്നുള്ള ബോധം ഇല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ രക്ഷപ്പെടാനും സാധിക്കും. ഇനി അമ്മ രക്ഷപ്പെടുന്നത് പാമ്പ് കടിച്ചിട്ടാണ്. പക്ഷേ നാരദൻ ആ പാമ്പ് കടിച്ചതിനെ നിസ്സാരമാക്കി തീർത്തു. അപമൃത്യുവല്ല, അകാലമൃത്യുവല്ല. അമ്മ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്, തദ്വാര ഞാനും രക്ഷപ്പെടുകയാണ് ഉണ്ടായത് എന്നിനി നാരദൻ പറയും. അപ്പോൾ ഭഗവാന്റെ കയ്യിലാണ് ഈ നിയന്ത്രണം മുഴുവൻ. ഭഗവാൻ ഇച്ഛിച്ചതേ നടക്കുള്ളൂ.
പരമദുഷ്ടനായിട്ടുള്ള വേനനെ പൃഥുവായിട്ട് ഭഗവാൻ അവതരിച്ച് ഈ ദുഷ്ടത കാണിച്ചതിനെ മുഴുവൻ നിശേഷം നശിപ്പിച്ചു. ആ പാപം മുഴുവൻ നശിപ്പിച്ചു. ആ വേനനെ പോലും മുക്തനാക്കി. പൃഥു മഹാരാജാവ് തൻ്റെ അച്ഛനെ മുക്തനാക്കി. എന്ന കൂട്ടത്തിൽ ഇവിടെ കർമ്മത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. പ്രഹ്ലാദനിലൂടെ ഹിരണ്യകശിപു മുക്തനായി എന്ന് ഭഗവാനാൽ പറയപ്പെട്ടു. അപ്പോൾ അത് സംഭവിച്ചു. നാരദൻ ആവശ്യപ്പെടുന്നു വേണ്ട. അതിപ്പോൾ ശിവപുരാണമായാലും അതെ. ഭർത്താവിനെ രക്ഷിക്കാൻ ഭാര്യ എത്രയോ കഴിഞ്ഞതിൻ്റെ ശേഷമാണ്. അനവധി കാലം ശിവലോകത്തിലിരുന്ന് പാർവതിയെ സേവിച്ചതിന് ശേഷം ആ ഭർത്താവിനെ ഒന്ന് മുക്തനാക്കണമെന്ന് ആവശ്യപ്പെട്ടത്. അപ്പോഴേക്കും ഇവിടെ യുഗം എത്ര കൽപ്പം കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ആ ഭർത്താവിനെ രക്ഷിച്ചു. എല്ലാ പുരാണങ്ങളും അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് ഭാഗവതം എന്നുള്ളത് ഈ ഗാണപത്യം അല്ലെങ്കിൽ ശൈവം ശാക്തേയം എന്നുള്ള വ്യത്യാസമില്ല. മുഴുവൻ ഭഗവത് തത്വം, ഭഗമാറും ഈ ഉള്ളിലുള്ള ഭഗമാറും അഷ്ട ഐശ്വര്യങ്ങളുമുള്ള ഭാവമാണ് സ്വതേ ഭഗവാൻ. ഐശ്വര്യം, വീര്യം, ശ്രീ, യശസ്, ജ്ഞാനം, വിജ്ഞാനം ഇതുള്ള ഭാവമാണ് ഭഗവാൻ. യമനിയമാദികളെ, പ്രാണായാമാദികളെ ഇത് മുഴുവൻ ചെയ്യുന്നതായിട്ടുള്ള ഭാവത്തിൽ സകല സ്വരൂപവും, ഇതൊന്നും വേണ്ടാത്തതായിട്ടുള്ള ത്രിഗുണാതീതമായിട്ടുള്ള ഭാവത്തിൽ ഈ ബ്രഹ്മാവസ്ഥയിലുള്ള ഭഗവാനും. ആ ഭഗവാൻ വരുമ്പോൾ തന്നെ സകല സ്വരൂപം ഉണ്ട് എന്ന് തോന്നിക്കണു എന്നേ ഉള്ളൂ. ആ ഭഗവാന്റെ ലീലകളാണ് നമ്മൾ ശൈവായിട്ടും വൈഷ്ണവായിട്ടും ശാക്തയായിട്ടും സൗരായിട്ടും ഗാണപത്യായിട്ടും പാശുപതായിട്ടും ഒക്കെ പഠിക്കണത്. അതാണ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ വ്യത്യാസമില്ല, ദ്വന്ദ്വം എന്നുള്ളതില്ല. അത് ഭഗവാനുമായിട്ടുള്ള യോജിപ്പിക്കലാണ്. യോഗം അത് നിലനിർത്തിയാൽ ക്ഷേമമായി. യഥാർത്ഥത്തിലുള്ള ഭാഗവത തത്വം അതാണ്. അത് ഇതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. ഭാഗവതത്തിൽ നിന്ന് ഇതിൽ കിട്ടാതിരിക്കില്ല. കാരണം ഭാഗവതം മറ്റൊന്നിനെയും കുറ്റം പറയുന്നില്ല. മറ്റുള്ളതൊക്കെ മറ്റുള്ളതിനെ കുറ്റം പറഞ്ഞുകൊണ്ടാണ്. ഇതിൽ ആ ഒരു നെഗറ്റിവിറ്റി ഇല്ല. അതാണ് ഭാഗവതത്തിൻ്റെ മേന്മ. സാ സ്വതന്ത്ര, സാ അസ്വതന്ത്ര. അസ്വതന്ത്രയായിട്ടുള്ള അമ്മ കൽപ്പിക്കാനുള്ള ആ ഒരു കൽപ്പന ചെയ്യാനുള്ള, അങ്ങനെ വരട്ടെ, സങ്കല്പം ചെയ്യാനുള്ള കഴിവില്ലേ. ആസീത് ആയിരുന്നു, ആണ്. എന്ത്? യോഗക്ഷേമം. എൻ്റെ ഭഗവാനുമായിട്ടുള്ള യോജിപ്പിക്കലിന് വേണ്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് വേണ്ട, സംഭാരങ്ങൾ എന്തൊക്കെയാണ് വേണ്ട, സഹായങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത് വെച്ചാൽ അതൊക്കെ ചെയ്യാൻ ആ ഇച്ഛയോട് കൂടിയിട്ടിരിക്കുക. അത് നിലനിർത്താൻ യോഗക്ഷേമത്തിന് വേണ്ടിയിട്ട്. ഈ യോജിപ്പിക്കൽ, ഭഗവാനുമായിട്ടുള്ള യോജിപ്പിക്കൽ എനിക്ക് എൻ്റെയാണ്. മമ ഇച്ഛതി, മമ ഇച്ഛതിയാണ്, എനിക്ക് വേണ്ടിയിട്ടാണ്. ഇത് മാത്രമേ അമ്മയ്ക്ക് ആഗ്രഹമുള്ളൂ. ഈശസ്യ ഹി വശേ ലോക. ഈശൻ്റെ കയ്യിലാണ് ഈ ലോകമുള്ളത് എന്നുള്ളത് അമ്മയ്ക്ക് അറിയില്ല. അമ്മയുടെ അവസ്ഥ എന്താ? യോഷ ആണ്, സ്ത്രീയാണ്. ദാരുമയി, അതൊരു മരപ്പാവ പോലെയാണ്. യഥാ, അതേപോലെ. യോഷ ദാരുമയി യഥ ആണ്, സ്ത്രീയാണ്, മരപ്പാവയാണ്. മരപ്പാവ സ്ത്രീ രൂപത്തിലും കൂടിയാണെങ്കിലോ പിന്നെന്താ പറയാനുള്ളത്? അങ്ങനെയുള്ള ഭാവത്തിലിരിക്കുന്ന അമ്മ, ആ അമ്മയെ ആര് സഹായിച്ചു? ഈശ്വരൻ സഹായിച്ചു. കാരണം എൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടല്ലേ. അതിനാണ് സനകാദികൾ വന്നത്. അതുകൊണ്ട് തന്നെ ആ സനകാദികളെ ശുശ്രൂഷിക്കാൻ എനിക്ക് സാധിച്ചു. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. വ്യാസനോട് നാരദൻ പറയാണ്, സാ സ്വതന്ത്ര ന കൽപ്പാസീദ്യോഗക്ഷേമം മമേച്ഛതി ഈശസ്യ ഹി വശേ ലോകോ യോഷാദാരുമയീ യഥാ. ഇപ്പോൾ 6ഉം 7ഉം ശ്ലോകങ്ങൾ 6ാമത്തെ ഭാഗമായിട്ട് 1ാമത്തെ സ്കന്ധത്തിൽ 6ാമത്തെ അധ്യായത്തിൽ 6ാമത്തെ 7ാമത്തെ 2 ശ്ലോകങ്ങൾ 6ാമത്തെ ഭാഗമായിട്ട് പാഠ്യം പറഞ്ഞു. നാരായണ നാരായണ.